ശബരിമല ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. സന്നിധാനത്തെ തിരക്കിന് അനുസൃതമായാണ് പമ്പയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നത്. അതിനാൽ തന്നെ അധിക നേരം കാത്തുനിൽക്കാതെ ഭക്തർക്ക് സുഖദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഈ മണ്ഡലകാലത്ത് ഇതുവരെയായി ശബരിമല ദർശനം നടത്തിയവരുടെ എണ്ണം 10 ലക്ഷം കടന്നു. അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയിലേക്ക് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 3 മണിക്ക് നട തുറന്ന സമയം മുതൽ ഇതുവരെയുള്ള സമയങ്ങളിലും തീർത്ഥാടകരുടെ നിലയ്ക്കാത്ത പ്രവാഹം തന്നെ ശബരിമല സന്നിധാനത്തേക്കുണ്ട്. ഇന്നലെ മാത്രം ശബരിമല സന്നിധാനത്ത് ദർശനം പൂർത്തിയാക്കിയത് 1 ലക്ഷത്തിനടുത്ത് ഭക്തരാണ്. കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ 95,926 ആളുകൾ ഇന്നലെ ഒരു ദിവസം മാത്രം ശബരിമല സന്നിധാനത്തെത്തി സുഗമമായ ദർശനം പൂർത്തിയാക്കി മടങ്ങി. സുഗമമായ ദർശനത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കിലും ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കാതെ സുഗമമായ ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സോപാനത്തിലേക്കുള്ള വഴിയിൽ വലിയ മേൽപ്പാലത്തിന് അടുത്തായിട്ടാണ്. ആ മേൽപ്പാലത്തിൽ ആണെങ്കിൽ വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ തിരക്കുണ്ട്. അത്ര തന്നെ തിരക്കുണ്ടായെങ്കിൽ പോലും കൃത്യമായി ആളുകൾ വരി നിന്ന് തീർത്ഥാടനത്തിനായി സോപാനത്തിലേക്ക് എത്തുന്നു. സുഗമമായ ദർശനം പൂർത്തിയാക്കി മടങ്ങുന്നു. വളരെ ആളുകൾക്ക് വന്നെത്തുന്ന തീർത്ഥാടകർക്കൊക്കെയും സുഗമമായ ദർശനം പൂർത്തിയാകുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ശബരിമല സന്നിധാനത്ത് സജ്ജമാണ്. ശബരിമല സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നും കൃത്യമായ ആളുകളെ ആ ക്രമീകരണങ്ങളോടുകൂടിയാണ് കടത്തിവിടുന്നത്. സന്നിധാനത്ത് ആളുകൾ കുറയുന്നതനുസരിച്ച് പമ്പയിൽ നിന്നും ബാച്ചായി തിരിച്ച ആളുകളെ സന്നിധാനത്തേക്ക് എത്തിക്കുക. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളോടെ പരാതികൾ ഒന്നുമില്ലാതെ കൃത്യമായ രീതിയിൽ വളരെ മുന്നൊരുക്കങ്ങളോടുകൂടിയാണ് നിലവിൽ ഇന്ന് തീർത്ഥാടനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് പരിഗണിച്ച് ഇന്നും നിലവിൽ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം 5000 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ നമ്മളോട് അറിയിച്ചത് പ്രകാരം സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകൾ 5000 പരിമിതപ്പെടുത്തി. അത്തരത്തിൽ ബുക്കിംഗ് ഇല്ലാതെ വരുന്ന ആളുകൾ കൃത്യമായി നിയന്ത്രിക്കും. അത്തരത്തിൽ പോവുകയാണെങ്കിൽ കാനന ക്ഷേത്രമായ ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാകുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അത്തരത്തിൽ ആളുകളെ കൃത്യമായി നിയന്ത്രിച്ച് ആളുകളുടെ സഹകരണത്തോടെ തീർത്ഥാടകരുടെ സഹകരണത്തോടു കൂടി മാത്രമേ തീർത്ഥാടന കാലം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് സ്ലോട്ടുകളോ വെർച്വൽ ക്യൂ സ്ലോട്ടുകളോ ഇല്ലാതെയുള്ള ആളുകൾ ദർശനത്തിനായി എത്തരുത്. അത്തരത്തിൽ എത്തുന്ന ആളുകൾ പരമ്പരാഗത കാനനപാതയല്ലാതെ ഊടുവഴികളിൽ കൂടെ സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കാരണമാകും. അത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകാതെ സുഗമമായ ദർശനം പമ്പയിലെത്തി കൃത്യമായി ബുക്കിങ്ങോടുകൂടി സന്നിധാനത്തേക്ക് എത്തുന്ന എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും സർക്കാരും പോലീസും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട്.